അശ്വതീസ് വേൾഡ് ഓഫ് ക്രോഷ്യൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് അടുത്തതായിട്ട് ഒരു ഉടുപ്പാണ്, ഒരു മൾട്ടി കളർ വിത്ത് ഒരു മെറൂണാണ് ഞാനിവിടെ ചെയ്യണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടു, ചെയിൻസ് ചെയ്യാൻ പോവാണ്. റൗണ്ട് നെക്ക് തന്നെയാണ് കേട്ടോ, സ്ക്വയർ അല്ല, റൗണ്ടിൽ തന്നെയാണിത്. ആദ്യം ഒരു 70 ചെയിൻസ് ഞാൻ ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുക, ചെയിൻസ് ചെയ്താൽ ഒരു റൗണ്ട് ഫുൾ 1 ഡബിൾ ക്രോഷ്യ ചെയ്യും. ഈ റൗണ്ടിൽ അങ്ങനെയല്ല ചെയ്തത്. 2 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ. ആ റൗണ്ടാണ് നമ്മൾ സെക്കൻഡ് ചെയ്യണത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ 2 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ എന്നുള്ളതിൽ ഈ ഒരു റൗണ്ട് ഫുള്ള് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടു, 70 ചെയിൻസ് ചെയ്തു, 4th സ്പേസിൽ ഒരു DC ചെയ്തു. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യായി. പിന്നെ അടുത്ത സ്പേസിൽ 1 ഡബിൾ ക്രോഷ്യ, അതിൻ്റെ അടുത്ത ചെയിനിൽ 1 ഡബിൾ ക്രോഷ്യ, പിന്നെ 2 ഡബിൾ ക്രോഷ്യ. 2 1 1 പ്രൊപ്പോർഷനിലാണ് നമ്മൾ ഈ ഒരു റൗണ്ട് ഫുള്ള് ചെയ്തെടുക്കുന്നത്. നമുക്ക് ആ റൗണ്ട് ഫുള്ള് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ ഞാനിതാ ആ റൗണ്ട് ഫുള്ള് അവിടെ ചെയ്തെടുത്തു. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ എല്ലാ ചെയിൻസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ 2 1 1 ചെയ്തു. ഇനിയിപ്പോൾ 1 1 1 എല്ലാ ചെയിൻസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റൗണ്ട് ഫുള്ള് അങ്ങനെ 1 ഡബിൾ ക്രോഷ്യ ഓരോ ചെയിൻസിലും ചെയ്തെടുക്കാം. എപ്പോഴും നമ്മൾ ഒരു സിംഗിൾ കളറിലല്ലേ, അപ്പോൾ ഈ മൾട്ടി കളറിൽ ഒരു ഡ്രസ്സ് ചെയ്ത് നോക്കാമെന്നുള്ളൊരു ഇതിൽ ചെയ്തതാണ്. ചെയ്തപ്പോൾ എനിക്കൊരു സുഖം തോന്നിയില്ലായിരുന്നു. പക്ഷേ ഫൈനൽ പാർട്ട് എത്തിയപ്പം സംഭവം കുഴപ്പമില്ല, രസമുണ്ട്. അതിന് ആ മെറൂണിൻ്റെ ഒരു കോമ്പിനേഷനും കൂടി വന്നപ്പോൾ ലുക്കായി. അപ്പോൾ ഇനി ആ റൗണ്ട് ഫുള്ള് നമ്മൾ ചെയ്തെടുത്തു. അടുത്ത റൗണ്ടിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, അങ്ങനെ 1 ഡബിൾ ക്രോഷ്യ കൂട്ടി കൊണ്ടുവരിക. ഒരു റൗണ്ടിൽ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ 2 1 1, പിന്നെ 1 1 1 1 1 2 1 1 1, 3 സിംഗിൾ ഡബിൾ ക്രോഷ്യ കൂടി. ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ആയിട്ട് വരും ഓരോ റൗണ്ട് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച്. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് ഫുള്ള് 2 1 1 1 എന്നുള്ള ഇതിൽ കണ്ടിന്യൂ ചെയ്യുക. റിപ്പീറ്റ് ചെയ്തിട്ട് ആ റൗണ്ട് ഫുള്ള് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ആ 3rd റൗണ്ട് കഴിഞ്ഞു, കംപ്ലീറ്റായി. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ 1 ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. എല്ലാ ചെയിൻസിലും 1 ഡബിൾ ക്രോഷ്യ. അതിനടുത്ത റൗണ്ട് വരുമ്പം 2 1 1 1 1 4 എണ്ണാവും സിംഗിൾ ഡബിൾ ക്രോഷ്യ. അങ്ങനെ നമ്മൾ കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനിയുള്ള റൗണ്ട് നമ്മൾ 1 ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. നമ്മളിത് 4 റൗണ്ട്സ് കഴിഞ്ഞാൽ അത് ആ റൗണ്ട് ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിവിടെ ആ റൗണ്ട് ചെയ്യാണ്. ഇനി അടുത്ത റൗണ്ട് 2 1 1 1. അങ്ങനെ ഞാനിവിടെ ആ ടോപ്പ് പാർട്ട് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. പറഞ്ഞുതരാം. ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ 2 1 1, പിന്നെ നമ്മൾ 1 ഡബിൾ ക്രോഷ്യ ചെയ്തു, 2 1 1, പിന്നെ 1 1 2 1 1 1 2 അങ്ങനെ ചെയ്തു, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ. പിന്നെ അടുത്ത റൗണ്ടിൽ നമ്മൾ 2 റൗണ്ട് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുത്തതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ചെയ്തു. പിന്നത്തെ റൗണ്ടിൽ നമ്മൾ ഫുള്ള് 1 ഡബിൾ ക്രോഷ്യ ചെയ്തു. 3rd റൗണ്ട് വന്നപ്പം 2 1 1 1 ചെയ്തു, പിന്നെ ഫുൾ 1 ഡബിൾ ക്രോഷ്യ. അതിൻ്റെ അടുത്ത റൗണ്ടിൽ 4 2 1 1 1 അങ്ങനെ ചെയ്തു. പിന്നെ 2 റൗണ്ട് നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ആം ഹോളൊക്കെ മാർക്ക് ചെയ്തു കേട്ടോ. ഞാനിവിടെ നമുക്കിവിടെ 138 DC ഉണ്ടാവും. അപ്പോൾ അതിനെ 30 30, 2 സ്ലീവ് 30 30, 39 39, 2 ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടുമായിട്ട്
ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഞാനിതവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട്. ഇനി അടുത്ത റൗണ്ട് നമ്മൾ ജോയിനിങ്, രണ്ട് ആം ഹോളും ജോയിൻ ചെയ്യാനുള്ള റൗണ്ടാണ്. അപ്പോൾ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ആമിൻ്റെ സൈഡ് എത്തുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻസ് ഇട്ടിട്ട് അടുത്തതിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്താൽ ജോയിൻ ചെയ്യുക. ഞാൻ എന്താ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, 2 ചെയിൻസ് ഇട്ടിട്ട് അടുത്ത മാർക്കറിൻ്റെ സ്പേസിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ 2 ആം ഹോളും കൂടെ ജോയിൻ ചെയ്യുക. പിന്നെ വരുന്ന എല്ലാ സ്പേസിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ദെൻ സെയിം അടുത്ത ആം ഹോളും ഇതേപോലെ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, 2 ചെയിൻസ് ഇട്ടു, അടുത്തതിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ഇട്ടിട്ട് നമ്മളത് ജോയിൻ ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ 2 ആമിൻ്റെ സൈഡും സ്ലീവും റെഡിയായി. നമ്മളെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും റെഡിയായി. അപ്പോൾ അത് ഫുള്ള് നമ്മൾ ചെയ്തെടുത്തു. ഇതാണ് നമ്മളെ ഫൈനൽ ഭാഗം. കണ്ടോ, അങ്ങനെ 2 സ്പേസും റെഡിയായി. ഇനി നമ്മൾ കളറ് ചേഞ്ച് ചെയ്യാണ്. മെറൂൺ കളർ കൊണ്ട് ഒരു റൗണ്ട് കൊടുക്കുകയാണ്. ഫുൾ സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ആ മെറൂൺ വെച്ചിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. എല്ലാ ചെയിൻസിലും സിംഗിൾ ക്രോഷ്യ. അങ്ങനെ നമ്മളെല്ലാ ചെയിൻസിലും മെറൂൺ കൊണ്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ചെയ്യാം. ഇനി അടുത്ത റൗണ്ട് നമ്മൾ സെയിം മൾട്ടി കളർ തന്നെയാണ്. ഒരു ചെറിയൊരു ബോർഡറായിട്ട് നമ്മൾ ഈ മെറൂൺ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ, ഒരു റൗണ്ട് മാത്രം. പിന്നെ ഇനി ലാസ്റ്റിലേക്കാണ് മെറൂൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് ആ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിതവിടെ ഫുള്ള് ചെയ്തെടുത്തു. കണ്ടോ, ആ കളർ അതിന് വന്നപ്പോൾ കുറച്ചും കൂടെ ആ മൾട്ടി കളറിന് ഷൈനിങ് കൂടി. അങ്ങനെ നമ്മൾ ടോപ്പ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി ബോട്ടം പാർട്ടിലേക്ക് നമ്മൾ ആ മൾട്ടി കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു 3 ചെയിൻസ് ചെയ്യുക. ദെൻ സെയിം സ്പേസിൽ തന്നെ നമ്മൾ 2 ഡബിൾ ക്രോഷ്യോട് ചെയ്തെടുക്കുക. ടോട്ടൽ 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ. സെയിം സ്പേസിൽ തന്നെ നമ്മളൊരു 3 ഡബിൾ ക്രോഷ്യോട് ചെയ്യാം. 1 2 3. ഇനി നമ്മൾ സ്കിപ്പ് ചെയ്യുക, ഒരു സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്പേസിൽ സെയിം 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ എന്ന് ചെയ്യാം. പിന്നെ വീണ്ടും ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അടുത്ത റൗണ്ടും സെയിം ഇതേപോലെ തന്നെ ആ ചെയിൻ്റെ സ്പേസിലാണ് നമ്മൾ ചെയ്യുക. അവിടെ 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ റൗണ്ട് ഫുള്ള് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ആ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റായി. ലാസ്റ്റ് നമ്മൾ ആ 3 ചെയിൻ സ്പേസിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് ആ റൗണ്ട് ജോയിൻ ചെയ്തു, ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ചെയിൻ സ്പേസിലാണ്. ഓക്കെ, സോറി, ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു 4 റൗണ്ട്സ് കഴിഞ്ഞു. പിന്നെ 2 ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്ത് റൗണ്ട് ആകുമ്പോൾ നമ്മളത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, യോക്ക്. അവിടെ എത്തിയപ്പോൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ആ ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അങ്ങനെ എല്ലാ ചെയിൻ സ്പേസിലുമാണ് ഇനി നമ്മൾ ചെയ്യാം. 3DC, 2 ചെയിൻ, 3DC. അങ്ങനെ നമ്മളൊരു 5-6 റൗണ്ട്സ് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കാം.
ഞാനിതവിടെ ഒരു 7 റൗണ്ട്സ് ചെയ്തിട്ടുണ്ട്. 3DC 2 ചെയിൻ 3DC എന്ന് വെച്ചിട്ട്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് തൊട്ടിട്ട് മെറൂൺ കളറാണ് യൂസ് ചെയ്യണത്. എക്സസ് ഉള്ളത് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത കളറ് അതിനോട് മെറൂൺ ജോയിൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെറൂൺ കളർ ഞാനവിടെ അറ്റാച്ച് ചെയ്തു. ഇനി നമ്മൾ സ്ലിപ്പ് ഇട്ടിട്ട് ആ മെറൂണിൽ ആ ബാക്ക് പാർട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത റൗണ്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പാർട്ടിലല്ല, ബാക്ക് പാർട്ടിലാണ്. അങ്ങനെ ആ സെൻറ്റർ സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 3 ചെയിൻസ് ഇട്ടു, ഒരു ഡബിൾ ക്രോഷ്യ, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ സെയിം സ്പേസിൽ തന്നെ. അങ്ങനെ ആ റൗണ്ട് ഫുള്ള് നമ്മൾ അതേപോലെ ബാക്കിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അടുത്ത റൗണ്ട് നമ്മൾ നോർമൽ സാധാ ചെയ്യുന്ന പോലെ ആ ചെയിൻ സ്പേസിൽ ഫ്രണ്ടിൽ തന്നെ 3DC 2 ചെയിൻ 3DC വെച്ചിട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു 3 റൗണ്ട്സ് ഞാൻ ഈ മെറൂൺ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ വീണ്ടും കളർ ചേഞ്ചാണ്, മൾട്ടി കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിത് അവിടെ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഒരു എക്സ്ട്രാ 2 റൗണ്ടും കൂടെ സെയിം മെറൂണിൽ ചെയ്തെടുത്തു. 3DC 2 ചെയിൻ 3DC നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ്. ഫ്രണ്ടിലാണ് ചെയ്യുന്നത്, ബാക്കിലല്ല. ഇനി നമ്മൾ വീണ്ടും ആ മൾട്ടി കളർ അറ്റാച്ച് ചെയ്യുക. ഇതും അതേപോലെ ബാക്കിലാണ് ചെയ്തത്. ബാക്ക് ലൂപ്പ് കൂടെയാണ് നമ്മൾ ചെയ്യണത്, ഫ്രണ്ടിലല്ല. ബാക്ക് സൈഡിൽ ജോയിൻ ചെയ്തു, 3 ചെയിൻസ് ഇട്ടു, ദെൻ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ 3 ഡബിൾ ക്രോഷ്യ. ആ 3 ചെയിനിന് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കണക്കാക്കുന്ന അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ വീതം വരും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എത്ര ലെങ്ത്ത് വേണോ അത്രയും ഒരു 4-5 റൗണ്ട്സ് ഞാൻ ഇതേപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒരു ഡ്രസ്സ് ചെയ്ത് നോക്കുക. നമ്മളെ മനസ്സിനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും, ഇട്ട് നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക ഭംഗിയാണ് കുട്ടികൾ ഇങ്ങനെ നമ്മൾ തയ്ച്ച ഉടുപ്പിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.